എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളപ്പോൾ ഒരു ചെറിയൊരു ട്രിപ്പ് പോവുക. നമ്മളിന്ന് പോകുന്നത് ഹരിപ്പാടിനാണ്. നമ്മുടെ ഫാമിലി മെമ്പറെ ഹരിപ്പാട് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുക. ഇന്നലെയാണ് അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആയി. അപ്പം ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരാൻ പോവുക. ഇന്ന് പോകുന്നത് ഞാനുണ്ട്. വച്ചേ ഇൻട്രോ പറയാൻ വേണ്ടി മാത്രം ഓടി വരാൻ മാറി നിൽക്കുമായിരുന്നു. കുഞ്ഞിക്കിളിയുണ്ട്, ഏട്ടനുണ്ട്, ചേട്ടായി ഉണ്ട്, പിന്നെ നമ്മുടെ ആകാശ് ബ്രോയും ഉണ്ട്. പുത്തേട്ട് ഫാമിലിയുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം പോയി, 5 മണിയാകുമ്പോൾ അവിടെ ചെല്ലണം. ഡിസ്ചാർജ് ചെയ്ത് നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഹരിപ്പാട് പോകുന്നത് ഇതിപ്പോൾ ഏറ്റുമാനൂരിൽ നിന്ന് നേരെ മണർകാട്, പുതുപ്പള്ളി, തെങ്ങണ, തിരുവല്ല, പൊടിയാടി, എടത്വ വഴി ആണ് നമ്മൾ ഹരിപ്പാടിന് പോകുന്നത്. അപ്പോൾ നമ്മുടെ ആകാശ് ബ്രോയും വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആകാശ് ബ്രോ ആണ് ഈ ആളെ അഡ്മിറ്റ് ചെയ്തത് ഇന്നലെ. ആണോ? കാസർഗോഡിലുണ്ടായിരുന്നോ? നിന്നില്ല. അവിടെ നിക്കണമെന്ന് ഞാൻ പറഞ്ഞു. നിർത്തത്തില്ല അവര്. പിന്നെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് നമ്മളവിടെ കേസായിട്ടാന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളവിടെ പോയെ. അല്ല, എന്നാലും നീ അവിടെ നിക്കണ്ടല്ലേ? അത്ര വേണ്ടപ്പെട്ട ആളല്ലേ? നമുക്കറിയോ, ആവശ്യം നമ്മുടെയാണ്. നമ്മളല്ല ഞങ്ങൾ ഇവിടെ നിന്നോളാം, കുഴപ്പമില്ല എന്ന് പറയേണ്ടതായിരുന്നു. ഇത് വൈകിട്ട് 5 മണിക്ക് ശേഷം ഞാൻ പോരുന്നത്. എടാ, നമുക്ക് വേണ്ടപ്പെട്ട ആളല്ലേ, അന്നേരം അവിടെ നിക്കണ്ടേ? ഒറ്റയ്ക്കാക്കിട്ട് പോരാവോ? ചുറ്റും പിന്നെ വേറെ മറ്റേ രോഗികളുടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. രോഗികളുടെ ആൾക്കാരുണ്ടെന്നോ? ഏത് രോഗികൾ? അതുപോലെയാണോ സ്വന്തം ആൾക്കാർ നിൽക്കുന്നത്? ഇച്ചിരി ചായ മേടിച്ചു കൊടുക്കാനോ ഇത്തിരി ഇത് മേടിച്ചു കൊടുക്കാനോ ആൾക്കാരുണ്ട്. നമ്മള് ഇല്ലേലും കുഴപ്പമില്ല, ഹോസ്പിറ്റലിൽ അവരെന്നെ ചെയ്തോളൂ. ഓ, എന്നാലും അങ്ങനെയാണോ? അങ്ങനെയല്ല. ഇഞ്ചക്ഷനും മറ്റേ ഇതൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോഴേ ആള് ഭയങ്കരമായിട്ട് പേടിച്ചു. അപ്പൊ പനിയില്ല, ജലദോഷം ഇല്ലാത്ത രീതിയിലൊക്കെ ഭയങ്കര ഇത് നോക്കാനത്ത് ഭയങ്കര വായു, ഗ്യാസ് കയറിയിട്ട് മൊത്തം കമ്പിച്ചിരിക്കുവായിരുന്നു. എന്നിട്ട് അവസാനം ഡോക്ടർ ഗ്യാസ്ട്രോയുടെ അടുത്ത് വിട്ടു. ഗ്യാസ്ട്രോ വന്നു കഴിഞ്ഞ് പിന്നെ ഇതിന് ന്യൂറോയുടെ അടുത്തോട്ട് വിട്ടു. പിന്നെ സ്കാനിങ് ചെയ്തു. ഇതായിരുന്നു രാവിലെ തൊട്ട് നല്ലതായിരുന്നു. വേറെ ആരുമല്ല കേട്ടോ, നമ്മുടെ 66-നെയാണ് നമ്മള് ഹരിപ്പാടുള്ള ഭാരത് മെൻസിന്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. 66-നെ കൂട്ടാനാണ് നമ്മളിപ്പോ പോകുന്നത്. അപ്പൊ ഡിസ്ചാർജ് ആയിട്ട് നിപ്പുണ്ട് ആള്. മെയിൻ ഡ്രൈവർ വീട്ടിലുണ്ട്, റെസ്റ്റിലാ. അല്ല, എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യം. കുറച്ച് പണിയൊക്കെ ഉണ്ട്, അതെല്ലാം റെഡിയാക്കി ഇട്ടേക്കണം. അടുത്ത ട്രിപ്പിനുള്ള എല്ലാം റെഡിയാക്കി ഇട്ടേക്കണം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോഴേ 3 കോ ഡ്രൈവർമാരുണ്ട്. സൂര്യൻ, രാജേഷും ആകാശും. പിന്നെ അതിൽ കൂടുതൽ പിന്നെ എന്തിനാ മെയിൻ ഡ്രൈവർ ആവശ്യം? അതുമല്ല, മെയിൻ ഡ്രൈവർമാരൊക്കെ ഇതെല്ലാം ഇനി റെഡിയാക്കി ഇതെല്ലാം കഴിഞ്ഞ് ലോഡും കയറ്റി എല്ലാം തയ്യാറാക്കി ഗ്ലാസും എല്ലാം തുടച്ചിടുമ്പം മെയിൻ ഡ്രൈവർ വരും. ഞാലിയാകുഴിയായി. സ്കൂളൊക്കെ വിട്ട് പിള്ളേർ പോന്നു. നമ്മൾ തെങ്ങണ എത്തി. ഇവിടുന്ന് റൈറ്റിലോട്ട് പോയാൽ ചങ്ങനാശ്ശേരി, ലെഫ്റ്റിലേക്ക് പോയാൽ നമ്മുടെ 14-ാം മൈൽ കുമ്പളിയൊക്കെ പോകും. നേരെ നമ്മൾ ഈ വഴി നേരെ എന്ന് MC റോഡിൽ ഇടിഞ്ഞല്ലത്ത് എന്ന് കയറും. സൂര്യ ഈ വഴി വന്നിട്ടുണ്ടോ? തൃക്കോടിത്താനോ ഇത് കേട്ടോ? വന്നിട്ടുണ്ടോ? പക്ഷെ ഓർക്കുന്നില്ല. ഈ സ്ഥലപ്പേര് കേട്ടോ, 4 കോടി. 4 കോടിയാ. അതെ, പച്ച വിരിച്ച പുൽപ്പാടം. അതെ. ഇപ്പം നമ്മളിത് MC റോഡിൽ വന്ന് കയറി, പെരുന്തുരുത്തി വന്ന് കയറി. ഇനിയിപ്പം മുന്നോട്ട് പോയിട്ട് ഇടിഞ്ഞല്ലത്തുനിന്ന് ലെഫ്റ്റ് തിരിഞ്ഞങ്ങ് പോകും. ഇടിഞ്ഞല്ലം എത്തി, ഇവിടുന്ന് ലെഫ്റ്റിലേക്ക്. അപ്പം നമ്മൾ ഏറ്റുമാനൂരിൽ നിന്ന് പോന്നിട്ടേ, അതായത് കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല ഒന്നും ടൗണിൽ ടച്ച് ചെയ്യാതെ ഇപ്പം പൊടിയാടി ചെല്ലും. പൊടിയാടിയിൽ നേരെ എടത്തുക. നല്ല വെളുപ്പിനെ പോന്നപ്പോഴേ നല്ല കോടയായിരുന്നു. ആണോ? നമ്മളിങ്ങനെ വന്നതുകൊണ്ടേ വലിയ തിരക്കില്ലാതെ പെട്ടെന്ന് ഇവിടെ എത്തി. അല്ലെങ്കിൽ കോട്ടയം, ചങ്ങനാശ്ശേരിയും തിരുവല്ല ടൗണിലും എല്ലാം ഭയങ്കര തിരക്കായിരിക്കും. കുഞ്ഞുങ്ങളെ എന്തിയാ, ഉറങ്ങിയോ? ശരി, ഓഫർ. അപ്പം നമ്മൾ കാവുംഭാഗം വന്നിട്ട് അവിടെ നിന്ന് നേരെ ഇതേ പൊടിയാടി വന്നു. ഇവിടുന്ന് നമുക്ക് നേരെ എടത്തുവാ പോകണ്ടേ. നമ്മൾ ലെഫ്റ്റിലേക്ക് പോയാൽ മാന്നാർ, മാവേലിക്കരയൊക്കെ. നമ്മളിതേ നേരെ എടത്തുവാ. ആലപ്പുഴ 36 കിലോമീറ്ററേ ഉള്ളൂ. അമ്പലപ്പുഴ 23 കിലോമീറ്റർ.
ഈ വഴിക്കാ നമ്മൾ അധികം അങ്ങനെ വന്നിട്ടില്ലല്ലോ ഇതല്ലേ? എടത്തുവ, ചക്കുളത്തുകാവ് ഒക്കെ ഈ റൂട്ടിലാ. നേരത്തെ ആയിരുന്നെങ്കിലേ എല്ലാരെയും കൂടെ കൂട്ടി ഇവിടെ അമ്പലങ്ങളിലൊക്കെ പോകത്തില്ലായിരുന്നോ? ചക്കുളത്തുകാവും പിന്നെ മണ്ണാറശാലയൊക്കെ പോയായിരുന്നു. അമ്പലങ്ങളിലൊക്കെ പോണേലേ അമ്പലങ്ങളിലേക്ക് തന്നെയായിട്ട് വരണം. ഇതിപ്പം ഉച്ചയായപ്പോഴാണ് നമ്മൾ അറിഞ്ഞേ വൈകുന്നേരത്തേനും ഡിസ്ചാർജ് ആവുമെന്ന്. അങ്ങനെ പിന്നെ പെട്ടെന്ന് തീരുമാനിച്ചു പോകുന്നല്ലേ. ചായ കുടിക്കാൻ ഇറങ്ങിയതാ. ഇപ്പൊ വന്നപ്പോ എല്ലാവർക്കും ചായ വേണം. ഒരാളെ പറഞ്ഞുള്ളൂ ചായ വേണം, പക്ഷെ ഇറങ്ങിയപ്പോ എല്ലാവർക്കും ചായ വേണം. ചായ അല്ലേ കാപ്പിയല്ലേ പറഞ്ഞേ? കാപ്പി. നാടൻ ചെറുകടികളൊക്കെ ഇരിപ്പുണ്ട്. ബോണ്ട, മുട്ട ബജ്ജി, പരിപ്പുവട, സുഖിയൻ, പിന്നെ അത് ബ്രെഡാ, ഉഴുന്നുവട, പഴംപൊരി, ഉള്ളിവട, ഏത്തക്കാപ്പൊളി. ഉള്ളിവടയോ? നോക്കട്ടെ, ഒരെണ്ണം മേടിക്കാം. ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രമായത്. ഇത് നീരേറ്റുപുറം എന്ന ഈ സ്ഥലത്ത് പേര്. ഇത് വീയപുരം പാലം, പമ്പാ നദിക്ക് കുറുകെയുള്ള പാലമാ. അപ്പോഴേ നമ്മളിത് ഇവിടെ വന്ന് നാഷണൽ ഹൈവേയിൽ ഇറങ്ങി, NH-66 വന്നിറങ്ങി. ചേട്ടായുടെ സൗണ്ട് ഇതുവരെ ശരിയായിട്ടില്ല. അതെ സൗണ്ട് ഇച്ചിരി ഒരു പറവറപ്പല്ലേ, ക്ലിയർ ആയിട്ടില്ല. മൈക്കിന്റെ അല്ല, എൻ്റെ തൊണ്ടയുടെ പ്രശ്നം. അതെ, നമ്മള് നേരെ പോയി കഴിഞ്ഞാൽ ആലപ്പുഴ, എറണാകുളം ഒക്കെ പോകും. അമ്പലപ്പുഴ 17 കിലോമീറ്റർ, ആലപ്പുഴ 30 കിലോമീറ്റർ. അപ്പം നമ്മളെ ഭാരത് ബെൻസിന്റെ ഷോറൂമിലെത്തി, ഹരിപ്പാട് ഷോറൂമിലെത്തി. നമ്മൾ ഡിസ്ചാർജ് ചെയ്ത ആൾ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഡിസ്ചാർജ് ആയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, അകത്താന്ന് തോന്നുന്നു കേട്ടോ. ഡിസ്ചാർജ് ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പം ബില്ലൊക്കെ അടച്ച് മരുന്ന് ബില്ലൊക്കെ ഉണ്ടാ മേടിച്ചൊക്കെ വേണം, ഇച്ചിരി സമയം എടുക്കും. ഡിസ്ചാർജ് ആയില്ല, നമ്മൾ കറക്റ്റ് സമയത്ത് വന്നു. കുറച്ച് പണിയും കൂടെ ഉണ്ട്. ഒരു അരമണിക്കൂർ കൊണ്ട് തീരുന്ന കേസേ ഉള്ളൂ. ആകാശ് പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ശ്വാസം മുട്ടലും ഒത്തിരി ചില്ലറ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ക്ലിയർ ആയി എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങോട്ട് ഓടിച്ചോണ്ട് പോകുമ്പോൾ അറിയാം. അല്ല, കുഞ്ഞിക്കിളി പറയണേ, നേഴ്സുമാര് വരില്ലേ ട്രോളിയും കൊണ്ട് എന്ന് പറഞ്ഞാലേ ചേട്ടന്മാരൊരു വലിയ സ്പാനറൊക്കെ കൊണ്ട്. ഇവിടെ നല്ല തിരക്കാ, ഒത്തിരി വണ്ടികളുണ്ട്. അതെ. ആ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടിയല്ല, ഇനിയും സർവീസിന് വേണ്ടി വന്നേക്കുന്ന വണ്ടികളാണ്. നമ്മൾ വന്നപ്പോൾ കണ്ടില്ലേ കുറേ വണ്ടികൾ. അതുകൊണ്ട് ഒത്തിരി വണ്ടികളുണ്ട്, നല്ല തിരക്കാ. അതൊക്കെ പോയതായിരുന്നു. ആണോ? പല്ലില്ല, പല്ലൊക്കെ പിടിപ്പിക്കണം ഇനി. ഈ ഡെന്റിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകണ്ടേ? അതെ. അയ്യോ, എന്ത് മേക്കപ്പാന്ന്. മേക്കപ്പിന്റെ ഒന്നും ആവശ്യമില്ലടാ. കണ്ടോ? ഇതാ ഇപ്പൊ നമ്മള് സ്റ്റിയറിംഗെ പിടിച്ച് തിരിക്കുമ്പോഴേ അപ്പം ടയറുമായിട്ട് കണക്ട് ചെയ്യുന്ന സാധനമാണ്. എന്റെന്ന് പറയും ടയറാഡന്റ്. അതുപോലെ അത് 3 എണ്ണം മാറണം. ഇതിപ്പം ലിപ്റ്റാക്സിലേ മാറിയോ അല്ലേ? അപ്പം ഫ്രണ്ടിലത്തെ 2 എണ്ണം കൂടി ഇനി മാറണം. അതിനാ കയറ്റിയേക്കുന്നത്. അതെ, കഴിഞ്ഞ ദിവസത്തെ പോലെ നമ്മളെ പോലെ ഒരു വണ്ടിയാണ്. അതെന്റെ വാലവിടെ മാറ്റിയിട്ടാ വർക്ക്ഷോപ്പിൽ കയറ്റിയേ. അതെ, വാല് പിടിപ്പിക്കാൻ പോവാ. ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് ടിപ്പറാ. അതെ, അതല്ലേ. അപ്പോഴേ എൻ്റെ 2 എണ്ണം കൂടെ മാറാനുണ്ട്. കുറച്ചുകൂടെ സമയം എടുക്കും. സന്ധ്യയാവും. അപ്പം തിരിച്ചങ്ങോട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ ഇങ്ങോട്ട് അധികം എടുത്തില്ല. അങ്ങോട്ട് പോകുമ്പോൾ നല്ലപോലെ സന്ധ്യാസമയത്ത് നല്ലപോലെ വീഡിയോ എടുത്ത് പോകാന്ന് ഓർത്തെ. അതെ, അതുകൊണ്ട് കാറിൽ അധികം എടുത്തില്ല. ലോറിയെ പോകുമ്പോൾ നല്ലപോലെ എടുക്കാമെന്നൊക്കെയാണ് ഓർത്തെ. പക്ഷേ ഇരുട്ടുമെന്ന് തോന്നുന്നു. ഇപ്പോൾ 6 മണിയായി. അപ്പോൾ അവിടെ എങ്ങനെ പോയി ഇരിക്കാൻ വേണമെങ്കിൽ അവിടെ പോയിരിക്കാം. ഇപ്പം തീരും എന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ നോക്കി നിന്നതാ. അവിടെ പോയിരിക്കാം. എത്ര പേരാ അഡ്മിറ്റ് ആയേക്കുന്നതെന്ന് കണ്ടോ? നമ്മുടെ വണ്ടിയുടെ വാലിന്റെ അറ്റം മാത്രം കാണാം. അങ്ങേയറ്റത്താ നമ്മുടെ വണ്ടി കിടക്കുന്നത്. ഇവിടെയും ടിപ്പറുകളാ കൂടുതൽ. കിളികളൊക്കെ ചേക്കേറി ആ മരത്തിൽ കണ്ടോ. അപ്പം നമ്മൾ ഇരുട്ടുന്നതിന് മുമ്പ് പോകാന്നോർത്ത് വന്നാ, പക്ഷെ ഇരുട്ടിക്കഴിഞ്ഞു. രാത്രിയാവും. കുറച്ചുകൂടെ സമയം എടുക്കും. കിളികളുടെ കടകളാരാവും കേട്ട്. അതെ, ആളിറങ്ങി വരുന്നുണ്ട്. നമുക്കേ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് വരാം. സൂര്യമാണ് ഇവിടെ നിന്നാൽ മതി, ഞങ്ങൾ ഓടിച്ചു നോക്കിയിട്ട് വരാം. എങ്ങനെയുണ്ട്? ഓടിച്ചു നോക്കിയിട്ട് കുഴപ്പമില്ല. കംപ്ലൈന്റുകളൊക്കെ മാറിയിട്ടുണ്ടോ? കംപ്ലൈൻ്റൊക്കെ 99% മാറിയെന്ന് തോന്നുന്നു. ബാക്കി കുറച്ച് ഓടിച്ചു നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അതെ,
പണിയെല്ലാം കഴിഞ്ഞു, ഇച്ചിരി ലേറ്റായി. അപ്പോൾ ഇപ്പോഴാണ് വണ്ടിയെല്ലാം കഴിഞ്ഞ് കിട്ടിയത്. അപ്പം സമയം 9 മണിയായി. താമസിച്ചു പോയി. ബോറടിച്ചത് ചുമ്മാ ഇരുന്നല്ലേ. അപ്പോഴേ കുറേ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ ഇച്ചിരി മടുപ്പ് തോന്നും. അവരെ താമസിച്ച ആ ടയറാഡൻ്റ് അഴിഞ്ഞു വരികയില്ലായിരുന്നു പഴയത്, അതുകൊണ്ടാണ് കുറേ താമസിച്ചതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓടിച്ചേച്ച് പോയിട്ട് വന്നു കഴിഞ്ഞപ്പം മറ്റേ FR എന്ന് പറഞ്ഞൊരു എറർ കോഡ് വരുന്നുണ്ട്. അതിപ്പോൾ കുറേ നാളായി. അപ്പോൾ അത് നോക്കിയിട്ട് അതും റെഡി ആയില്ല. ബാക്കിയെല്ലാം ക്ലിയർ ആയി. അതിന് ഇനി സമയം വേണം, അത് നോക്കണം. ഇനി അത് ഇല്ലില്ല ഇലക്ട്രിക്കൽ പ്രശ്നമാണ്. പക്ഷെ അതിൽ വേറെ വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അതിങ്ങനെ കോഡ് എറർ കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് സമയമുള്ളപ്പം ഒന്ന് കൊണ്ടു കൊടുക്കണം. അപ്പം നമ്മൾ നാഷണൽ ഹൈവേന്ന് തിരിയുക. നാഷണൽ ഹൈവേന്ന് തിരിഞ്ഞില്ലേ, നേരെ പോയാലോ? നേരെ പോയാൽ കൊല്ലം തിരുവനന്തപുരം. അതെ അതെ, കന്യാകുമാരി വരെ ചെല്ലും. അതായത് നമ്മുടെ ഈ NH66 കന്യാകുമാരി വരെ ഉണ്ട്, ഈ ഒരൊറ്റ ഹൈവേ തന്നെ. നേരത്തെ തിരുവനന്തപുരം വരെ ഉള്ളായിരുന്നു, അല്ല എടപ്പള്ളി വരെ ഉണ്ടായിരുന്നുള്ളൂ, കൊച്ചി വരെ. അപ്പോൾ അത് 66 ആക്കിയപ്പം കന്യാകുമാരി വരെ. അപ്പോൾ രാജേഷ് ഇന്നോവയും കൊണ്ട് പുറകെ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ 66 കൊണ്ടുപോകാം. ഡിസ്ചാർജ് ആയി. അതെ, ഡിസ്ചാർജ് ആയി, ബില്ലൊക്കെ അടച്ച്. ഇങ്ങനെ ചിരിക്കുന്നേ. അതല്ലേ നമ്മളിപ്പോഴേ ഫോണിന്റെ സെറ്റിംഗ് ഒന്ന് നോക്കാൻ വേണ്ടി നിർത്തിയില്ലേ, ഏട്ടൻ പുറകെ കൊണ്ട് നിർത്തി. ഏട്ടനും ഉണ്ടായിരുന്നോ? അതിന് മുമ്പ് ഒന്നുകൂടെ ഇപ്പൊ കൊണ്ട് നിർത്തിയില്ലേ, വീണ്ടും ഏട്ടൻ കൊണ്ട് നിർത്തി. ഈ നിർത്തുന്നിടത്തെല്ലാം പുള്ളി വണ്ടി നിർത്തി ഇറങ്ങി വരും, നമ്മൾ വണ്ടി എടുത്തോണ്ട് പോകും. ചിരി വന്നേ. 2 പ്രാവശ്യം പറ്റി ചെയ്യുന്നു. ഇവിടെ ഗേറ്റടയും കെട്ടി. അടാ അവിടെ പോയി ഗേറ്റട ഒരു 3-4 മേടിച്ചോണ്ട് പോരെ. കുഞ്ഞുങ്ങള് ഗേറ്റട വേണോ? ഗേറ്റട വേണ്ടേ? അതിനാ ഇല്ലേ, ഞങ്ങൾ 2 കഴിക്കാൻ പോവാ. ഉണ്ട് വേണോ? നീ ഗേറ്റട എന്ന് പറഞ്ഞേ ഇപ്പം നമ്മൾ വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളി വേണ്ടെന്ന് പറഞ്ഞേ. ഇല്ല മേടിക്കാൻ പറഞ്ഞേ അല്ലേടാ. ട്രെയിൻ ഇപ്പം വരും. ട്രെയിനിന് ഡ്രിമ്മും ബൈറ്റും ഉണ്ടോ? ടിപ്പറും ബൈറ്റും ഇല്ല, ഡിമ്മും ബ്രൈറ്റും ഉണ്ട്. ഡിമ്മും ബ്രൈറ്റും ഒക്കെ ഉദ്ദേശിച്ചു. ഡിമ്മും ബ്രൈറ്റും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഡ്രിമ്മും കൂടെ കയറിയുന്നുണ്ടാണ്. ബ്രൈറ്റ് മാത്രം ഉള്ളതെന്നാ എനിക്ക് തോന്നുന്നത്. കറക്റ്റ് അറിയത്തില്ല കേട്ടോ. നേരത്തെ ഞാൻ വിചാരിച്ചോണ്ട് ട്രെയിനിന് സ്റ്റീറിംഗ് ഉണ്ടെന്ന് വിചാരിച്ചു. കുഞ്ഞിക്കിളി ലൈറ്റിന്റെ കാര്യം പറഞ്ഞ അതേ, അതിലെ ഒരു ബൈക്ക് വന്നത് ആ ഭാഗത്തുനിന്ന്. ആ ലൈറ്റ് കണ്ടപ്പോഴേ സൂര്യാൻ പറയാം അതേ ട്രെയിൻ. അതെ അതെ അതെ. മെയിൻ ഡ്രൈവറെ പ്രതീക്ഷിച്ച് വന്നതാ, വന്നത് 2 കോ ഡ്രൈവർമാരെ കണ്ടത്. എവിടെ ചേട്ടാ, ഇവിടെ അടുത്താണോ താമസിക്കുന്നേ? പോട്ടെ ഗേറ്റ് ഓപ്പൺ ആയി. ഞാൻ ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല. ഞാൻ മെട്രോയിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. കുഞ്ഞിക്കിളി മെട്രോയെ മാത്രമേ കയറിയിട്ടുള്ളോ? എന്നാ നമുക്കൊന്ന് പോണല്ലോ. ഞാൻ ഈയിടെ കയറിയത് അന്നേരവാ. ഞാനേ സ്വാമിക്കുട്ടി ഉണ്ടായതിനു ശേഷം ട്രെയിനെ കയറിയത്. ആണോ? എന്ന് അതെന്ന് ഒരു പ്രാവശ്യം കർണാടകയ്ക്ക് പോയപ്പോ വന്ദേ ഭാരതിന് കയറിപ്പോയത്. അത് ശരി. അപ്പം ആദ്യം കയറിയ വന്ദേ ഭാരത് തന്നെ കയറിയോ? അതെ അതെ. അതിന് മുമ്പ് ട്രെയിനെ കയറിയിട്ടില്ല? അതെ. മേടിക്ക് എറണാകുളംകാരിയാണേ. അതല്ല, ഞാൻ ട്രെയിൻ കയറി എവിടെ പോകാനാ? എറണാകുളത്തോട്ട് പോകാൻ പറ്റിയാണല്ലോ. അപ്പോഴേ കുഞ്ഞിക്കിളിക്ക് വേണ്ടിട്ട് ഒരു ട്രെയിൻ ട്രിപ്പ് പോക്കണമല്ലോ. അത് ഒരു കാര്യം ചെയ്താൽ മതി. വന്ദേ ഭാരതേ കയറിയിട്ട് നേരെ കാസർഗോഡ് പോവാ, എന്നിട്ട് അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം തിരിച്ചിങ്ങ് പോന്നാൽ മതി. അല്ലെ അന്ന് തന്നെ വേണേലും പോരാ. എനിക്ക് ഗോവയ്ക്ക് പോയിട്ട് ഒരു ദിവസം നിന്നിട്ട് തിരിച്ചു. എന്നാ ഗോവയ്ക്ക് പോവാം. പക്ഷെ നമ്മുടെ വന്ദേ ഭാരത് കാസർഗോഡ് വരെ ഉള്ളൂ. പിന്നെ അവിടുന്ന് വേറെ ട്രെയിൻ കയറേണ്ടി വരും ഗോവയ്ക്ക് പോവാൻ. കാശ്മീരോ? അതിനാ കാശ്മീരിന് പോകാനോ ട്രെയിനിന്? കാശ്മീർ നമ്മളല്ലാതെ പോവല്ലേ. നമുക്ക് ലോറിയുള്ള പത്രം ട്രെയിൻ പോകേണ്ട കാര്യമുണ്ടോ? ലോറിയപ്പം പായിപ്പാട് പാലമായത് പമ്പയാറ. പമ്പയാറ.
വള്ളംകളിയൊക്കെ നടക്കുന്ന ഇവിടെ ആയിരിക്കും. അതെ അതെ കറക്റ്റ് അറിയത്തില്ല. അതെ അതെ ആണല്ലേ? ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ സുഖം. യാത്രയൊക്കെ എങ്ങനെയുണ്ട്? യാത്ര ഞാനിപ്പോ ഇവിടെ വരെ വന്നുള്ളൂ. യാത്ര ചെയ്യുന്നത് ചേച്ചിയും ചേട്ടയ്യ. ഞാനത് പറഞ്ഞു ജലചേച്ചിയെ കാണാൻ വേണ്ടിയാ. ഞാൻ വണ്ടി കണ്ടു. ഞാനും ഡ്രൈവറാ. അപ്പം വണ്ടി അപ്പുറത്ത് കിടക്കുന്നത്. ഞാൻ വണ്ടി പോകാനോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ വണ്ടിയുടെ പേര് കണ്ടത്. ഞാൻ പാലത്തിനോടം വരെ പോയിട്ട് തിരിച്ചു വന്നത്. ആണോ? ചേട്ടൻ അവിടെ നിൽക്കുന്നത് കണ്ടു, കടയിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേച്ചി ഇല്ല, ഞാൻ ഷോറൂമിൽ പോയിട്ട് വരികയാണ്. പിന്നെ യാത്രയൊക്കെ നല്ല കാര്യം കേട്ടോ. എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. കുഞ്ഞിക്കളി എന്താ മിണ്ടായിരിക്കുന്നത്? എങ്ങനെയുണ്ട് യാത്രയൊക്കെ? ഉണ്ട്, കൊള്ളാം. വിളിക്കുന്നുണ്ട്. വണ്ടിയെ പോകാൻ തയ്യാറായിട്ട് നിൽക്കല്ലേ? അവധിയില്ലാത്ത കുഴപ്പമുള്ളൂ. അത് ഞങ്ങള് കുഞ്ഞിക്കളിയുടെ വീഡിയോ കാണാൻ വേണ്ടിയാണ് ഞങ്ങള് കാണുന്നത്. പിന്നെ എന്റെ പേര് ലാൽ. ഇവിടുന്ന് കുറച്ചും കൂടി പോകണം. ഞാൻ പമ്പാ നദിയാണ് നമ്മളിപ്പോ ഇനിയും ക്രോസ് ചെയ്യാൻ പോകുന്നത്. വിയപുരം പാലമായിരുന്നു. നമ്മൾ ആദ്യം കണ്ടത് അച്ചൻകോവിലാറായിരുന്നു. ഇപ്പൊ രണ്ടാമത് കണ്ട പമ്പാ നദിയാണ്. ഇത് വിയപുരമാണ്. ഇത് ഒരു വിയപുരം പാലമാണ്. ഇത് മങ്കോട്ടത്തോട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ എല്ലായിടത്തും എഴുതി വെക്കുകയാണ് നല്ലതാ. അറിയാതെ വരുന്നവർക്കും ഈ നദിയുടെ പേരും ഒക്കെ അറിയാൻ പറ്റും. അടുത്ത ലെഫ്റ്റിലേക്ക് എടത്തുവ. അടുത്ത വഴി നമ്മൾ പോകുന്നത്. എടത്തുവ പള്ളി 6 കിലോമീറ്റർ. അതെ, ലേറ്റ് ആയതുകൊണ്ട് രാത്രിയായി പോയി. അല്ലെങ്കിൽ നമുക്ക് പകല് നല്ല അടിപൊളിയായിട്ട് സന്ധ്യാസമയത്ത് നല്ല അടിപൊളി വീഡിയോ ഒക്കെ എടുത്ത് പോകായിരുന്നു. അപ്പം ആകാശിനെ വണ്ടിയൊക്കെ ഏൽപ്പിച്ചിട്ട് ഏട്ടനിങ്ങി പോകുന്നു. നിർത്തി നിർത്തി മടുത്തുന്നു. പിള്ളേരൊക്കെ ഉണ്ടോ? ട്യൂഷനൊക്കെ കഴിഞ്ഞ് പോവാ സൈക്കിളായി. എടത്തുവ പാലം. ഇതും പമ്പാ നദിയാ. ഇപ്പം നമ്മളത് എടത്തുവ എത്തി. ഇതാണ് എടത്തുവ പള്ളി. സെന്റ് ജോർജ് ഫെറോണ പള്ളി അഥവാ എടത്തുവ പള്ളി എന്നറിയപ്പെടുന്നത് പള്ളി. അത് പള്ളിയുടെ എൻട്രൻസ്. അതായത് ഇച്ചിരി അകത്തോട്ട് കയറണം പള്ളി. അകത്തോട്ടല്ലേ? ആ, ഞാൻ ഒത്തിരി വർഷം മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. ജീപ്പുമായിട്ട് അതെ അതെ അതെ. ആ, ഒത്തിരി വർഷം മുന്നേ. രാത്രി ആയതുകൊണ്ട് ഒരു ഗുണമുണ്ട്, തിരക്കില്ല റോഡില്. അല്ലെങ്കിൽ നല്ല ട്രാഫിക്കാണ് ഈ വഴി. അതെ, സമയം 10 നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം കേട്ടോ. അല്ലെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇനി ഒത്തിരി താമസിക്കുക. അതെ, സൂര്യക്ക് അതുപോലെ ഓടിക്കാൻ കൊടുക്കണം. അത് ആകാശനെ ഇറക്കി വെച്ച് നീ എന്തിനാ ഡ്രൈവിംഗ് സീറ്റിലോട്ട് ഇത്? ആ അതെ, അത് കഴിഞ്ഞ് ആ പിന്നെ അങ്ങ് വരെ സൂര്യ ഓടിച്ചോളൂ. ഇപ്പം ഗിയറൊക്കെ നല്ല സുഖമായിട്ടുണ്ട്. നേരത്തെ ചെറിയൊരു ഉടക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഉടക്കൊന്നുമില്ല, നല്ല സ്മൂത്തായി. അത് തന്നെയല്ല, ഇതിന് ഗിയർ കുറവുമില്ലേ? അത്ര ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സുഖമായിട്ട് ഓടിക്കാം. വെള്ളക്കിണർ സ്ഥലപ്പേരാണോ? ആ, വെള്ളക്കിണർ. വെള്ളമുള്ള കിണറെന്നും നമുക്ക് വേണേൽ പറയാം. ഇല്ലെങ്കിൽ വെളുത്ത കിണർ. രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം. അപ്പം ഇത് നീരേറ്റുപുറമാണ്. ഇത് റൈറ്റിലേക്ക് അവിടുന്ന് പോയാൽ ചക്കുളത്തുകാവ് ക്ഷേത്രമാണ്. ഇതാണ് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ്. ഇത് നീരേറ്റുപുറം പാലമാണ്. അപ്പം നമ്മളിത് റൈറ്റിലേക്ക് പോയാൽ കായംകുളം കൊല്ലമൊക്കെ പോകും. പൊടിയാടിയിൽ വന്നു. ഇപ്പോഴാണ് നമുക്ക് തിരുവല്ലായി ടൗണിൽ കൂടെ അങ്ങ് പോകാം കേട്ടോ. നേരെ അങ്ങ് പോയാൽ ഇങ്ങോട്ട് നമ്മൾ ഷോർട്ട് കട്ട് കയറിയിടോ ഒന്നും കയറാതെ മെയിൻ റോഡെ കൂടെ തന്നെ പോയാൽ മതി അങ്ങോട്ട്. നമ്മളെ ഇങ്ങോട്ട് വന്ന ഈ ലെഫ്റ്റിലേക്ക് പോയി ഇവിടുന്ന് കാവുംഭാഗത്ത് നിന്ന് നമുക്ക് നേരെ പോകാം. തിരുവല്ല ടൗൺ വഴി പോകാം. പാലിയേക്കര പള്ളി. നമ്മുടെ പാലിയേക്കര ടോളിൻ്റെ കാര്യം പറഞ്ഞാലാണ് പാലിയേക്കര പള്ളി. ഇത് പാലിയേക്കര എന്നാ ഈ സ്ഥലപ്പേര്. തൊട്ട് പുറകിൽ ഒരു മണിപ്പുഴ ഉണ്ടായിരുന്നു. കോട്ടയത്തും മണിപ്പുഴയാണ്. ഒരേ സ്ഥലപ്പേര് തന്നെ. ആ അതെ, ഒരേ സ്ഥലപ്പേര് തന്നെ പല സ്ഥലങ്ങളിലും. ഈ പാലിയേക്കര എന്നുള്ള സ്ഥലം ഞാൻ അങ്ങനെ സ്ഥലപ്പേര് കാര്യം ഇതിലേ വന്നിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പള്ളി കണ്ടോണ്ടാണ്. അപ്പോൾ നമ്മളിത് തിരുവല്ല എത്തി. MC റോഡിൽ വന്ന് കയറി റൈറ്റിലേക്ക് പോയാൽ ചെങ്ങന്നൂർ, അടൂര്, തിരുവനന്തപുരം ഒക്കെ പോകും. ലെഫ്റ്റിലേക്ക് കോട്ടയം. അപ്പം നമ്മൾ തിരുവല്ല ടൗണിൽ കൂടെ പകല് വരാറില്ലായിരുന്നു. ബൈപ്പാസ് ആയ പിന്നെ രാത്രി ആയതുകൊണ്ടാണ് ടൗണിൽ കൂടെ നമ്മൾ കയറി വന്നത്. തിരുവല്ല ടൗണായത്. കഴിക്കണം. അവിടെ ഒരു തട്ടുകട കാണുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒതുക്കിയാലോ. റൈറ്റിലേക്ക് മല്ലപ്പള്ളി, കോഴഞ്ചേരിയൊക്കെ പോവാം. ഇപ്പോഴേ ഇനി എവിടെയെങ്കിലും കട കണ്ടാൽ നിർത്തിക്കോ കേട്ടോ. എന്നിട്ട് സൂര്യക്ക് ഓടിക്കാൻ കൊടുക്കുക. ഇല്ല ഇപ്പം വണ്ടി ഇപ്പോൾ അങ്ങ് ഏറ്റുമാറ്റി. ആ, എന്നാൽ ഇവിടെ അങ്ങനെ നിർത്ത്, കഴിച്ചേക്കാം. അതിനാ വണ്ടി നിർത്തിയത്. സമയം 10 മണി കഴിഞ്ഞ്.
എപ്പോ പോന്നതാ? ഫുഡ് കഴിച്ച് ഞങ്ങൾ വന്നു, വണ്ടിയുടെ അടുത്ത് വന്നു. പോരുന്നോ? ഇതിനകത്ത് തന്നെ AC ഇല്ലേ? നീ തന്നെ പറയണം. ഇവനെ ഇനി കാറ വിടാ. അതെ, അതെ നമ്മുടെ ഒരു വണ്ടിയാണല്ലോ പോന്നെ. 81 കണ്ടില്ല. അങ്ങനെയുണ്ട്, ഗിയറൊക്കെ നല്ല സ്മൂത്ത് ആയില്ലേ? ഏട്ടൻ അവിടെ ഇരുന്ന് പറഞ്ഞു തരും, അതനുസരിച്ച് അങ്ങ് കൈകാര്യം ചെയ്തു. ഞാനില്ലാതിരിക്കുന്ന സന്തോഷം. അങ്ങനെയൊന്നും ഇല്ല. അല്ല, ഞാൻ മുമ്പേ പറഞ്ഞ ആകാശിനോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, സൂര്യ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾ 3 പേരോടെ കേൾക്കാൻ പറഞ്ഞു. അന്നേരം രാജേഷ് ഫോണ് അല്ല വീഡിയോ എടുത്തോളൂ എന്ന് പറഞ്ഞു. അന്നേരം അവൻ പറഞ്ഞു വേണ്ട 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 ചേട്ടൻ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ എടുത്തോളാം. ആ വണ്ടി എവിടെ പോയത്? ഇപ്പം നമ്മുടെ ഒരു വണ്ടി ഉണ്ടല്ലേ, അത് തിരുവനന്തപുരത്തിനുള്ളൂടാ. എറണാകുളം ഇറക്കി ബാക്കി കൊണ്ടുപോകുക, ബാക്കി തിരുവനന്തപുരം. ട്രെയിലറായിരുന്നു എളുപ്പം തോന്നുന്നു. അതെ അതെ, ആണോ? കുറവായതുകൊണ്ട് അത്ര ഒരു സുഖം വരുന്നില്ലല്ലേ? അതാവുമ്പോ 4th ഗിയറിലങ്ങ് എടുത്ത് 5th 6th 7th അത് ഇനി കാലി ആയതുകൊണ്ടാണ്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. അതെ, അവിടെ എത്ര വിഷമിച്ചിരിക്കണ്ട. അതിന്റെ സീറ്റ് ഉണ്ടല്ലോ ഇതല്ലേ, അവിടെ ഇരിക്കായിരുന്നു. കുഞ്ഞിലെ സീറ്റ് സ്വന്തമാക്കി ഉറങ്ങാൻ പോവാന്നും പറഞ്ഞ് ചായച്ചു വെച്ചേക്കുക. അതെ, ഇപ്പൊ സ്മൂത്ത് ആയല്ലോ ഗിയർ എല്ലാം. സെക്കൻഡ് ഇടാൻ എനിക്ക് വലിയ പ്രയാസപ്പെടേണ്ടി വന്നില്ല. അതെന്നാന്നറിയോ, അതിന്റെ ഒരു ബുഷൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അതൊക്കെ മാറി. പിന്നെ അതിന്റെ അലൈൻമെന്റ് എല്ലാം നോക്കി നല്ല ക്ലിയർ ആക്കി. അതുകൊണ്ട് ഇപ്പം ഗിയർ നല്ല സ്മൂത്ത് ആയിട്ട് വീഴുന്നുണ്ട്. പിന്നെ വേറെ എന്നായിരുന്നു പണി ഇതിനെ? പിന്നെ ഇതിന്റെ 2-3 എൻഡ് മാറി. പിന്നെ കുറച്ച് ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു, എയർ ലീക്ക് നോക്കി, അങ്ങനെ കുറേ അലുകുലത്ത് പണികളൊക്കെ ചെയ്തു. പിന്നെ AC കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ എന്തോ ഒരു വാൽവും മാറി. അപ്പം ഇനിയും ട്രിപ്പ് പോയി നോക്കിയാലേ അറിയത്തുള്ളൂ ക്ലിയർ ആയോ ഒന്ന്. കുറച്ച് ഓടിച്ചാലൊന്നും AC-യുടെ നല്ല വെയിലുള്ള സമയത്ത്, നല്ല ചൂട് സമയത്ത് ഓടിയാലേ അറിയത്തുള്ളൂ. ഇത് റൈറ്റിലേക്ക് പോകുന്ന ചങ്ങനാശ്ശേരി ബൈപ്പാസാണ്. നമുക്ക് ടൗണിൽ കൂടെ പോകാം, നേരെ പോട്ടെ. രാത്രി ആയതുകൊണ്ടേ തിരക്കൊന്നുമില്ല, നേരെ അങ്ങ് പോവാം. പകലാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. ഇത് ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിയാണ്, ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡാണ്. ചങ്ങനാശ്ശേരി ടൗണാണ്. ഇത് ഇവിടുന്ന് വലത്തേക്ക് പോയാൽ കറുകച്ചാൽ, മുണ്ടക്കയം, കുമളിയൊക്കെ പോവാം. ഒത്തിരി സമയമായിപ്പോയി ഇന്നത്തെ നമ്മുടെ വരവ്. 10-11 തോന്നുന്നു സമയം. നാളെ രാവിലെ വന്നാൽ മതിയായിരുന്നു, അടിപൊളിയായിരുന്നു. ചങ്ങനാശ്ശേരി ബൈപ്പാസ് കയറിയിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് കയറുന്നേനെ. പറപ്പിച്ചു വിടുവാപ്പാ. പിടിച്ചിരുന്നോ? എടാ നിന്നോടാ പിടിച്ചിരുന്നോളാൻ പറഞ്ഞ കേട്ടോ. ഞാൻ പിടിച്ചിട്ടുണ്ട്. ഞാൻ വണ്ടിയെ കയറിയപ്പോഴേ നല്ല പിടിച്ചായിരിക്കുന്നത്. അതിനെ സൂര്യ ഓടിക്കുന്നോണ്ടാണ് ഞാൻ നല്ലോണം പിടിച്ചായിരിക്കുന്നത്. രാത്രി ആയതുകൊണ്ട് നല്ല സുഖമല്ലേ ഓടിക്കാൻ, ഒരു വണ്ടി പോലും ഇല്ല വഴിയിലൊന്നും. വണ്ടി ഉണ്ട്, എന്നാലും അധികം തിരക്കില്ലല്ലോ. കാലായിപ്പടി കാലയച്ചിട്ടില്ല. കാലയക്കാനല്ല പറഞ്ഞത്, കാലായിപ്പടി നീ സ്ഥലപ്പേര് പറഞ്ഞത്. കാലയച്ചില്ലെന്ന്. അയ്യോ, കാലായിപ്പടി ആ സ്ഥലപ്പേര്. അപ്പോൾ അതെ, നമ്മളെ വെൽക്കം ടു കോട്ടയം, അക്ഷരനഗരിയിലേക്ക് സ്വാഗതം. അപ്പോഴേ നമ്മൾ കോട്ടയം എത്തി. അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ഈ കോട്ടയം, ചങ്ങനാശ്ശേരിയും, തിരുവല്ലയും ഒന്നും ടൗണിൽ കയറിയില്ല. ഇങ്ങോട്ടേക്കാളും രാത്രി ആയിരുന്നുകൊണ്ട് എല്ലാ ടൗണും കയറി അങ്ങി പോകുന്നത്. അപ്പം നമ്മുടെ ആകാശപാതയുടെ പണി വീണ്ടും തുടങ്ങി. അതേ പൈപ്പൊക്കെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. പഴയതാണ്, ഇന്നലെ അവിടെ കിടപ്പുണ്ടായിരുന്നു. ബേക്കർ ജംഗ്ഷൻ എല്ലാം വിജനമായിട്ട് കിടക്കുന്നു രാത്രി ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ എന്നാ തിരക്കായിരുന്നു. ചിരിച്ചോണ്ടാണല്ലോ ഓടിക്കുന്നത്. എല്ലാം എപ്പോഴും ചിരിച്ച മുഖമാണ്. ആയുസ് കൂടുതലാന്ന് പറഞ്ഞാൽ കൂടുതൽ ചിരിക്കുന്നവർക്ക്. അതെ അതെ, കുറച്ച് അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ നിർത്തണം. എനിക്കൊരു ശാലം കൊണ്ടൊന്ന് ഓടിച്ചു നോക്കണം. എന്തൊക്കെ കംപ്ലൈന്റുകളൊക്കെ നോക്കണം. എങ്ങനെ ഉണ്ടെന്ന് ഒന്നുകൂടെ നമുക്ക് ഓടിച്ചു നോക്കാം. ടൗണൊക്കെ പാസ്സായി, മെയിൻ ഡ്രൈവർ ടൗണൊക്കെ പാസ്സാക്കി തരികയാണെങ്കിലേ ഓടിക്കാമല്ലോ എന്ന് ഓർത്തായിരുന്നു. തിരക്കില്ലാത്ത ടൗണിൽ കൂടി ഓടിച്ചിട്ടാന്ന് ഓർത്തോണം. ഈ ടൗണെല്ലാം പാസ്സാക്കി തരികയാണെങ്കിലേ പിന്നെ ഓടിക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. മെയിൻ ഡ്രൈവർമാർ ഓടിക്കേണ്ട സ്ഥലം മെയിൻ ഡ്രൈവർമാർ ഓടിക്കണമല്ലോ. അല്ലാതെ ഉള്ളവരേ ചോദിച്ചാൽ തന്നില്ലല്ലോ, അല്ലടാ.
എന്നാ ഇനി ഓടിച്ചു നോക്ക് കുറച്ച്. ഓടിച്ചു നോക്കാം. എന്നിട്ടേ ഇവിടെ വന്നിട്ട് പിന്നെ വീഡിയോ എടുത്തു. ആരാ വീഡിയോ എടുക്കുന്നത്? ക്യാമറാമാൻ ആരാ? കോ ഡ്രൈവർ, കോ ക്യാമറമാൻ. ആ അപ്പൊ കോ ക്യാമറമാൻ ഉണരൂ. അതെ, ഉണരൂ ഉണരൂ കോ ഉണരൂ. നോക്കിയിട്ട് തുറക്കണം, വണ്ടി വല്ലതും വരുന്നുണ്ടോ നോക്കിയിട്ട്. വണ്ടി നല്ല സ്മൂത്ത് ആയി കേട്ടോ ഓടിക്കാൻ. അല്ലേ, സെക്കൻഡ് ഗിയറിനൊന്നും എനിക്ക് പ്രശ്നം തോന്നി. ആ അതെ. നല്ല ഇതായി. രാത്രി ആകുമ്പോഴേ തടി ലോറിയാണ് കൂടുതലും. ആ തടി വണ്ടികൾ പെരുമ്പാവൂരേക്ക് പോകുന്ന വണ്ടികളാണ്. റബ്ബർ തടിയുണ്ട്. എസിക്ക് നല്ല കൂളിംഗ് ആ നല്ല തണുപ്പുണ്ട്. കുഴപ്പം നമ്മളതിന് മാറിയെന്ന് തോന്നുന്നു. പിന്നെ ഈ അത് തന്നെയല്ല, ഒരു 2 ഹോളുണ്ടായിരുന്നു ക്യാബിനകത്തേക്ക് കാറ്റടിച്ച് കയറുന്നത്. അത് ഒരെണ്ണം അടച്ചു, 2എണ്ണം കൂടെ അവിടെ ആ സൈഡുണ്ട്, അത് അടയ്ക്കണം. അത് അവിടെ അതൊരു 2 ബുഷ് ഉണ്ടായിരുന്നു. ആ ബുഷ് എങ്ങാണ്ട് പോയി ആ സൈഡില്. എന്നിട്ട് അതിലെ കാറ്റ് കയറുക. ഈ കാറ്റ് കയറുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായ എങ്ങനെയാണെന്നറിയോ? കാശ്മീർ പോയപ്പോഴേ ആ മൈനസിൽ കൂടെ ഒക്കെ പോയപ്പം ഈ ഷൂവും സോക്സും എല്ലാം ഇട്ടിട്ടും കാറ്റ് കയറുന്ന അന്നേരം മനസ്സിലായേ. തണുപ്പ് വീണ്ടും അല്ല ക്യാബിനകത്തൊട്ടും തണുപ്പ് ഹീറ്റിട്ട് തണുപ്പ് കാണത്തില്ലോ. ഈ അടിയിൽ കൂടെ കാറ്റ് കയറി വരിക. അന്നേരം മനസ്സിലായി. അതും ഒരു പ്രശ്നമായിരുന്നു ഈ AC തണുക്കാത്തതിന്റെ ഒരു കാര്യം. വെളിയിൽ നിന്നുള്ള ചൂട് കാറ്റ് കയറുമ്പോഴേ അത് ഒരു ഹോൾ അടച്ചു. ഇനി ആ സൈഡിൽ 2എണ്ണം ഉണ്ട്, അതുകൂടെ അടയ്ക്കണം. അവിടെ അതിന്റെ ബുഷ് ഇല്ലായിരുന്നു. വേറെ എന്തെങ്കിലും വെച്ച് അടച്ചോ. വണ്ടി കൊണ്ട് നമ്മൾ ഈ ആഡിലിട്ട് കുഞ്ഞിക്കിളി ഒരു ഉറക്കം കഴിഞ്ഞ് എന്നിട്ട് വീട്ടിൽ പോയി ബാക്കി ഉറങ്ങാനിരിക്കുക. വേഗം പോകാൻ, ബാക്കി ഉറങ്ങി തീർക്കണോന്ന് പറയുന്നേ. സമയം 12:30 അപ്പൊ ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.